കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും തുടരും. മൃതദേഹം മറവു ചെയ്ത സ്ഥലത്തെക്കുറിച്ച് മുഖ്യപ്രതി നിതീഷ് മൊഴിമാറ്റി പറയുന്നത് പോലീസിന് വെല്ലുവിളിയാണ്. കേസിലെ മറ്റൊരു പ്രതി വിഷ്ണുവിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ്. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമയെ ഇന്ന് കസ്റ്റഡിയിലെടുത്തേക്കും. കട്ടപ്പനയിൽ കൊല്ലപ്പെട്ട വിജയനും കുടുംബവും നിതീഷ് വരുന്നതിന് മുൻപ് വരെ അയൽക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നുവെന്ന് അയൽവാസി TG ഡാർലി. കുടുംബത്തിന്റെ ദുർമന്ത്രവാദ വിശ്വാസം മുതലെടുത്താണ് നിതീഷ് ഒപ്പം ചേർന്നത്. അന്ധവിശ്വാസമാണ് കുടുംബത്തെ പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നും TG ഡാർലി പറഞ്ഞു. ഇവർ ഈ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്നത് ഈ കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ വീട്ടിൽ ഭയങ്കര ദോഷമാണ്, ശാവുക എന്നൊക്കെ പറയുന്ന വിജയൻ ഇങ്ങനെ പറയുമായിരുന്നു. അവിടെ താമസിക്കാൻ പറ്റുവാനൊക്കെ പറയുമായിരുന്നു. നിതീഷ് അങ്ങനെ മുതലെടുത്തിട്ട് തന്നെയായിരിക്കും ഈ പെണ്ണുമായിട്ട് ഇവിടുന്ന് എന്തോ അവരെ അബദ്ധത്തിൽ ചാടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഏറെക്കുറെ നാട്ടുകാർക്കൊക്കെ അറിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ആൾക്കാർ ആരോടും പറഞ്ഞുകൊണ്ടിരുന്നില്ല. എല്ലാവർക്കും ഒരു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദിവ്യയുടെ കാലൊക്കെ പിടിച്ച് അവിടെ റൂമിൽ ഇങ്ങനെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ പറ്റാതെ കിടക്കുവാന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ ആരെയൊന്നും അടുപ്പിക്കില്ലായിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ നിതീഷ് വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, പോലീസിന്റെ തെളിവെടുപ്പിൽ അത് ശരിയാണെന്ന് തെളിയുന്നു. ഈ കുട്ടിയുടെ കാര്യത്തിനകത്ത് എന്തുകൊണ്ട് മൊഴിമാറ്റി പറയുന്ന സാഹചര്യം? എന്താണ് പോലീസ് നൽകുന്ന സൂചന? ഈ നവജാത ശിശുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിനെ നിതീഷ് വട്ടം കറക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ മൊഴി പൂർണ്ണമായും നിതീഷ് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പിന്നിലായിട്ടാണ് ആ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടിയെന്ന് പറയുന്ന തൊഴുത്തുള്ളത്. ആ തൊഴുത്തിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തി. പക്ഷേ സംശയാസ്പദമായ ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വീണ്ടും പരിശോധന നടത്തുകയും ചെയ്യും ഇതേ സ്ഥലത്ത്. പക്ഷേ ഇന്നലെ ഈ സ്ഥലത്ത് എത്തിയതിനു ശേഷം നിതീഷ് പറഞ്ഞത് ഇവിടെയല്ല കുഞ്ഞിനെ കുഴിച്ചിട്ടിരിക്കുന്നത്, മറ്റൊരു സ്ഥലത്താണ് എന്ന് പറഞ്ഞു. ആ ഏത് സ്ഥലമാണ് അതെന്ന് അയാൾക്ക് വ്യക്തതയില്ല എന്നും കൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പോലീസിനെ തെല്ലല്ല കുഴപ്പത്തിലാക്കുന്നത്. അത് ചിലപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് പോലീസിന് ഉണ്ടാക്കിയേക്കാം. ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ 2 കേസുകളുടെയും FIR ഇട്ടിട്ടുണ്ട്. ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിലും FIR ഉള്ളതാണ്. ആ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു കൊലപാതകം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല അതിൽ മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തി മണ്ണിനടിയിൽ, അതായത് തൊഴുത്തിലെ മണ്ണിനടിയിൽ ഇട്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ അവശിഷ്ടങ്ങൾ എത്രത്തോളം കണ്ടെത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ പോലീസ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് മുതലെടുത്തുകൊണ്ടാണോ പ്രതി ഇത്തരമൊരു കാര്യം പറയുന്നത്? ഒരു കൊലപാതക കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതാണോ എന്നൊരു സംശയം പോലീസ് സ്വാഭാവികമായിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂട്ടുപ്രതിയായിട്ടുള്ള വിഷ്ണുവിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ, അതായത് ഈ കുഞ്ഞിന്റെ അമ്മയുടെ അമ്മ, അതായത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട് മൃതദേഹം കണ്ടെടുത്ത വിജയന്റെ ഭാര്യയെയും കസ്റ്റഡിയിലെടുക്കും, വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോവുക. ഈ സ്ഥലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടിമുടി ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിൽ ഇപ്പോഴും പല കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടില്ല. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ചില കഥകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ കുടപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വിജയന് വലിയ വിശ്വാസമുണ്ടായിരുന്നു. വീടിന് വലിയ ദോഷമുണ്ട്, അതുകൊണ്ട് പൂജ ചെയ്യാൻ വേണ്ടി ആളുകൾ വരണമെന്ന് അയൽവാസികളോടൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ നിതീഷ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളും അയൽവാസികൾ പറഞ്ഞിട്ടുണ്ട്. ശരി, കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ നവജാത ശിശുവിനെ എവിടെ മറവ് ചെയ്തു എന്ന കാര്യത്തിൽ സൂചനകൾ കിട്ടാതെ പോലീസ്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.